എവിടെയൊക്കെ പോയാലും നമ്മുടെ സ്വന്തം വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഞാനതങ്ങ് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ഈ കുഞ്ഞാവയും കൊണ്ട് നടന്നു കഴിയുമ്പം പിന്നെ നമുക്ക് ഒരുപാട് കറിയൊന്നും വെക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഈ ഒരൊറ്റ അച്ചാർ മതിയല്ലോ നമുക്ക് ചോറുണ്ണാൻ. അങ്ങനെ എൻ്റെ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലെണ്ണയിലൊന്ന് കടുക് വറുത്തിട്ട് അരിഞ്ഞ് ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഒന്നിട്ട് ഇളക്കി ഒരു ശകലം ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അത് മാറ്റി അടച്ചവിടെ വെച്ചു. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങ അച്ചാറായി. ഇതുണ്ട് ഒരു ശകലം ചൂടുവെള്ളം, ഒത്തിരിയൊന്നും ഒഴിച്ചില്ല. ഒരു മാങ്ങയുടെ ആ ഒരു ചാറ് വേണമല്ലോ. അപ്പം നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു, അധികം പുളിയൊന്നുമില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാക്കി അവിടെ വെച്ചു. ഇപ്പോൾ വന്നതിന് ശേഷം ആദ്യം ചെയ്ത ആ പരിപാടിയാണ്. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനെയും കണ്ണവൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള നടപ്പാണല്ലോ. ഇവിടെ വന്നാൽ പിന്നെ ഒരു പ്രത്യേക ഒരു നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ സ്വന്തം വീടായതുകൊണ്ടും പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും എല്ലാവരും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവിടെ വന്നാൽ പിന്നെ ഇവരെ ചിറ്റയും മോളും കൂടെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ അവർ ദണ്ടമൊക്കെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ കട്ട് ചെയ്ത് ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നില്ലേ, അതൊക്കെ കാണിച്ചു. അങ്ങനെ അവൾക്ക് അവിടെ തലയിൽ അതൊക്കെ ചെയ്തപ്പോൾ ഇവളെയും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ, കുറച്ച് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുവാണ്. അവൾക്ക് നമ്മുടെ കണ്ണൻ്റെ അമ്മ രാജി അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത ഒരു നല്ല സുഖമല്ലേ. അങ്ങനെ അവൾ ഇരുന്നും കൊടുക്കും, മറ്റവൾ ചിറ്റയ്ക്ക് തലയൊക്കെ മസാജ് ചെയ്തും കൊടുക്കും. അപ്പോൾ അങ്ങനെ അതും കൊണ്ടിരുന്നു. ആ സമയം നമ്മുടെ പൊന്നൂസ് കണ്ട് ഇവിടെ പിന്നെ അകത്ത് കിടക്കുമായിരുന്നു. പിന്നെ അമ്മ വന്നപ്പോഴത്തേക്ക് അവൾക്ക് പുറത്തിറങ്ങി പോകണം, അതിനുള്ള ഒരു ബഹളമാണ്. അവൾക്കും ഇവിടെ വന്നപ്പോൾ അറിയാം നമ്മുടെ ആ ഒരു പടിഞ്ഞാറ് ഞാൻ എപ്പോഴും കണ്ടമൊക്കെ കാണിക്കത്തില്ലേ, അപ്പോൾ അങ്ങോട്ടൊക്കെ 1-2 പ്രാവശ്യം കൊണ്ടുപോയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടി മടി പിടിച്ച് കിടന്ന അമ്മയെ അവൾ ചവിട്ടുപടിയും തൊഴിയുമാണ്. എന്തിനാന്ന് എണീച്ച് അവൾക്ക് ഇപ്പോൾ പോകണം, പുറത്തേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതാണിപ്പോൾ ഇവിടെ പരിപാടി. അപ്പം അവളെയും കൊണ്ട് ഇനിയും പുറത്ത് പോകണം. അങ്ങനെ അവളവിടെ കിടന്നപ്പോൾ അമ്മയെ നോക്കിയിട്ട് രക്ഷയൊന്നുമില്ല. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ നേരെയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി വന്നു. ആരെങ്കിലും അവളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ മതി. കാര്യം അവൾക്കിപ്പം കൂട്ടിവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മാളിച്ചിറ്റയുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞ് ദേവനമ്മാവനുണ്ട്, പിന്നെ കണ്ണനമ്മാവനാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കൂടെ തന്നെ. അതുകൊണ്ടിപ്പോൾ അംഗനവാടിയിലും സ്കൂളിലും ഒക്കെ പോകാൻ കുഞ്ഞുങ്ങൾക്ക് മടിയാണ് കേട്ടോ. ഈ കുഞ്ഞാവെ കണ്ടുകൊണ്ടിരിക്കും. ഞാനതുകൊണ്ട് രാവിലെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടേ പുറത്തിറക്കാറുള്ളൂ അവളെ. ഇപ്പം മുത്തശ്ശി വന്നു, കുറേ നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശിയെ സോപ്പിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഒന്നാമതിപ്പോൾ ഭയങ്കര വെയിലും ചൂടുമല്ലേ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറാതെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ലല്ലോ, ചൂടല്ലേ ഭയങ്കര. അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴി ഇടയ്ക്കൊക്കെ ചൂടുണ്ടല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഷോർട്സും കുറച്ച് ഫോട്ടോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെയൊക്കെ റെഡിയാക്കി ഇരുത്തി. കുറേ ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ കുറേ വീഡിയോ ഒക്കെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ ഉള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ ഉള്ള കുറേ വീഡിയോയൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയെങ്കിലും അവൾ മുത്തശ്ശിയെ അമ്മയൊക്കെ സോപ്പിട്ട് പുറത്തോട്ടിറങ്ങി. അതിനാണ് എണീറ്റ് കാലിട്ട് തട്ടുന്നുണ്ടോ, എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. എടുത്താൽ പോരാ, എണീക്കണം. കണ്ടോ, നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോന്ന് ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും. ഓരോ ദിവസം 1-2 ദിവസം പുറത്തിറക്കിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസവും അവൾക്ക് ആ സമയത്ത് പോകണം. അപ്പോൾ പാമ്പാടിയിലാണേലും അങ്ങനെ തന്നെ. അവൾക്ക് പുറത്തിറങ്ങി നിന്ന് അവിടെയുള്ള കടകളും ബസ്സും ആൾക്കാരെയും എല്ലാം കാണുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വലിയ വഴക്കൊന്നുമില്ല. കുറേ നേരമൊക്കെ കിടന്നുറങ്ങും. നല്ലോണം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒരു വഴക്കുമില്ല. അങ്ങനത്തെ ഒരു കുഞ്ഞു ആവയാണ് അവൾ. കണ്ടങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി. കണ്ടോ, മുത്തശ്ശി അവിടെ നിന്ന് ഇരുന്ന് നോക്കിയതാണ്. എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ അമ്മ അവിടെ ഇരിക്കുക, നമുക്ക് അവൾ വഴക്കുണ്ടാക്കുന്ന കുറച്ച് വീഡിയോ ഞാൻ എടുക്കട്ടെ. കണ്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ അവൾ വിചാരിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മ അവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവൾ വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഞങ്ങൾ 4 പേരും കൂടെ നേരെ പടിഞ്ഞാട്ട് പോവുകയാണ്. ഒരു കുറച്ച് സ്ഥലം വെയിലുണ്ട്, വെയിൽ ഇപ്പം കുഴപ്പമില്ല, വെയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നു. അവിടെ ആകുമ്പോൾ നിറച്ച് പശുക്കളും കാറ്റും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ട് അവിടെ പോയി നിന്ന് അവൾ കാഴ്ചയെല്ലാം കണ്ടോ, കരച്ചിലൊക്കെ നിർത്തി നല്ല മിടുക്കിയായിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുവാണേ.
അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എല്ലായിടവും കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്കും ബോറടിക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു ഇതുമില്ല. അങ്ങനെ ഞങ്ങളവിടെ ഇവിടെ കൊണ്ടുവന്ന് നല്ല കാറ്റായിരുന്നു. അവിടെ എല്ലായിടവും കാണിച്ചു കൊടുത്ത് ഞാൻ മുമ്പ് ഈ സ്ഥലങ്ങളെല്ലാം ഞാനും നന്ദൂസും കൂടെ ഉള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെയും വന്ന് കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവിടെ കുറേ മുളയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ സമയമൊന്നും കണ്ണൻ അവിടെ ഇല്ലായിരുന്നേ. അപ്പോൾ അവനിങ്ങ് എത്തിയില്ല. അംഗനവാടി പോയിട്ട് പിന്നെ അവൻ്റെ അച്ഛമ്മയുടെ അടുത്തൊക്കെ പോയേക്കുമായിരുന്നു. അല്ലെങ്കിൽ അവനെയും കൂടെ കൊണ്ടുവന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ക്യാമറയ്ക്കകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവൾ ഉണ്ടോ. അങ്ങനെ പശുക്കളെയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവർ. മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ കഥ പറയുന്നു. കുഞ്ഞു മോൾ അതും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെ അമ്മ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പശുവിനെ പോയി അഴിച്ചുകൊണ്ട് വന്ന് വെള്ളം കൊടുക്കാൻ ഈ ഉച്ച സമയത്തുള്ള ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നിൽക്കുമല്ലായിരുന്നു. അത് ഈ സാധനം കണ്ടോ, ഇവിടെയൊക്കെ കൊട്ടയ്ക്ക എന്ന് പറയും. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇതൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അസുഖങ്ങളും അതും ഇതൊക്കെ ഉള്ള. പണ്ട് നല്ല പഴുത്ത് നിൽക്കുന്നതുണ്ടോ, കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. പക്ഷേ അത് കഴിക്കരുതെന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം ഇഷ്ടം പോലെ പട്ടിശല്യമുണ്ട്, പിന്നെ ഓരോരോ അസുഖങ്ങളുണ്ട്. അങ്ങനെ അതൊന്നും കഴിക്കരുതെന്ന്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞും ഒക്കെ ഈ സാധനം പറിച്ചിങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല മധുരമൊക്കെയാണ്. പക്ഷേ അങ്ങനെ അമ്മ പിന്നെ ഞങ്ങളെ കൊതിപ്പിച്ചു അത് കഴിക്കരുതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ കാരണം കണ്ട് കൊതിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഞാൻ വേണ്ട ഇതെന്ത് ഭംഗിയാണല്ലേ ഇവിടെയൊക്കെ. നമ്മുടെ എത്ര കണ്ടാലും മതിയാവത്തില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ ചൂടത്തും അതെല്ലാം കണ്ടോ, നല്ല പച്ച നിറമായിട്ട് നിൽക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ വെയിൽ കണ്ടോ, വൈകുന്നേര സമയമായേ, എന്നിട്ടും ഇപ്പോഴും അതുപോലത്തെ വെയിൽ അവിടെ ഉണ്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെയും നിന്ന് കുറേ ഫോട്ടോയും കുറേ ഷോർട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 1-2 ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറേ വീഡിയോകളൊക്കെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ടേ. അപ്പോൾ എനിക്ക് ഈ മുളയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിനിടെ ഒരു കുസൃതി തോന്നി. അതിനിടയിൽ കൂടെ ഇങ്ങോട്ട് വരാം, ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അമ്മയാണ് അവിടെ നിന്ന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കാര്യം ഇതിനിടയ്ക്കൊക്കെ ഈ മുളയുടെ ഇടയ്ക്കൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ കാണുമല്ലോ. അങ്ങനെ അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ട, പാമ്പ് കാണുമെന്നൊക്കെ. എന്നാലും എനിക്ക് അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ ഞാൻ അതിനകത്തൂടെ കയറി വന്ന് അതിനും കുറേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ അതിനിടയിൽ കൂടെ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അവളെനിക്ക് വീഡിയോ എടുത്തു. ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അവളൂടെ കുറേ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അമ്മയെക്കൊണ്ട് ഞാൻ പിന്നെ അതിനകത്തൂടെ വീണ്ടും ഞാൻ പോയിട്ട് ഞാൻ ആദ്യം ഇതിലെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഇറങ്ങി വന്നായിരുന്നു ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാട്ടൊക്കെ മനസ്സിൽ കണ്ട പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിയൊക്കെ വരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ എടുത്തു. പക്ഷേ അവളന്നേരം ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വീഡിയോ എടുത്തില്ല. അവൾ അതിന് മുമ്പ് ഓഫാക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ അവളുമായിട്ട് അടിയുണ്ടാക്കി. പിന്നെ ഞാൻ ക്യാമറ എടുത്ത് അമ്മയുടെ കൊടുത്തു. അമ്മ ഇങ്ങനെ പിടിച്ചാൽ മതി, അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വാ, ഞാൻ എടുത്തു തരാം, നീ അത് ഓണാക്കി തന്നിട്ട് പോകാൻ. അങ്ങനെ വേണ്ട, ഞാൻ അമ്മയ്ക്ക് ഫോൺ ഓണാക്കി കൊടുത്തിട്ട് വീണ്ടും പോയി ആ കാട്ടിനിടയ്ക്ക് കയറി. അങ്ങനെ ഇവിടം വരെ കിട്ടിയുള്ളായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ് അതിനിടയിൽ കൂടെ ഇതേപോലെ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എനിക്ക് അമ്മ എടുത്ത് തന്നതാണ് ഇത്. അപ്പോൾ ക്യാമറ അമ്മയുടെ ഇരിക്കുക, നല്ല സൂപ്പറായിട്ടൊക്കെ എടുത്ത് തന്നു. അങ്ങനെ ആ ഇടി കയ്യോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അമ്മ അത്രയും മതിയെന്ന്. അങ്ങനെ അമ്മ അതിനെ ക്യാമറയൊക്കെ എന്നെ തന്നിട്ട് ഞാൻ കുഞ്ഞുസിനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മ പോയി പശുവിനെ കൊണ്ടുവന്നു. പാവം പശു, അതിന് നല്ല ദാഹമാണ്. ഈ സമയത്ത് നമ്മൾ വെള്ളം കൊണ്ട് കൊടുത്താൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ അത് കുടിക്കും. അങ്ങനെ അല്ലാതെ നേരത്തെ ഒന്നും പോയി വിളിച്ചോട്ട് വരുത്തുമില്ല. അത് വെയിലത്താണേലും അവിടെ ഇഷ്ടം പോലെ അതിന് തിന്നാനായിട്ടുള്ളത് കൊണ്ടേ അതവിടെ നിന്നങ്ങ് തിന്നുകൊണ്ടിരിക്കും, വരത്തില്ല. പിന്നെ അമ്മ പോയി അതിനെ വലിച്ചുകൊണ്ട് വന്ന് 2 ബക്കറ്റ് വെള്ളവും എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പിന്നെ ഞാൻ വിചാരിച്ചത്ര ഈ പശുവിനെ കാണാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ മാളും ദേവനും ഒക്കെ ആയിരുന്നു ഈ പണ്ടി കുഞ്ഞു പ്രായത്തിൽ ഈ പരുവത്തിനൊക്കെ അവരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പശുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കും. പക്ഷേ ഇവർക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എന്നാലും അങ്ങനെ അങ്ങ് ഒരുപാട് അങ്ങ് നോക്കിക്കൊണ്ട് നിന്നൊന്നുമില്ല. അവൾ അതിനൂടെ പകരം ദൂരെയുള്ള ഒരുപാട് പശുക്കൾ നിൽക്കുന്ന അത് നോക്കിക്കൊണ്ടായിരുന്നു. ഇത് കണ്ടോ അവൾ തിരിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വലിയ നേരത്തെ അവളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ വെള്ളം കൊടുക്കുന്നതൊക്കെ അവൾ തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് പശുവിനെയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇനി എൻ്റെ കൂടുതൽ വീഡിയോകൾ ഇവിടെ ഉള്ളതായിരിക്കും. നമ്മുടെ കണ്ണൻകുട്ടൻ്റെയും മാളുവിൻ്റെയും ദേവൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ നാളായേ. അങ്ങനെ അവനിപ്പം അമ്മയും കൂടെ ജോലിക്ക് വന്നതുകൊണ്ട് അവനങ്ങനെ അകത്ത് തന്നെ ഇരിക്കാറുള്ളൂ. പിന്നെ ഈ ചൂടും പൊടിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ പുറത്തൊന്നും അധികം ഇറക്കാറുമില്ല. അങ്ങനെ ഇനിയിപ്പം ഞാൻ അവരുടെ വീഡിയോകളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ ഇടാം. കുറേ ദിവസമായി. പിന്നെ നന്ദൂസിനെ കിട്ടുന്നേ ഇല്ല. നന്ദൂസിനെ കിട്ടുവാണെങ്കിൽ അവൻ്റെ വീഡിയോയും ഇടാം. പിന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
ഈ ചൂടത്ത് ഇത്രയും നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലൊക്കെ ഇല്ലേ? അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല രസമല്ലേ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെയൊക്കെയുള്ള കുറേ വീഡിയോകളും ഷോർട്സും ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് കയറിപ്പോയി കഴിയുമ്പോൾ ഇതെൻ്റെ പുതിയ അപ്പച്ചട്ടിയാണ് കേട്ടോ. മീഷോയിൽ നിന്ന് മേടിച്ച നല്ല അടിപൊളി അപ്പച്ചട്ടിയാണ്. നല്ല സുന്ദരമായിട്ട് ഇതിനകത്ത് അപ്പമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ സമയം അവിടെ പുറത്തൊക്കെ കറങ്ങി വിശന്ന് പൊരിഞ്ഞ് കയറി വന്ന് അങ്ങനെ ഞങ്ങൾ ചൂടൻ അപ്പവും നമ്മൾ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ച് അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. ഉച്ച തൊട്ട് വഴക്കുണ്ടാക്കിയ നമ്മുടെ പൊന്നൂസിനെയും കൊണ്ട് അങ്ങനെ അവളെയും കൊണ്ട് വൈകുന്നേരം പോയി. ഞങ്ങൾ സന്ധ്യ വരെയൊക്കെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് മുറ്റത്തെല്ലാം ഇറങ്ങിയിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടേ അകത്ത് കയറുള്ളൂ. എല്ലാവരും കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വർത്താനവും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കളിയൊക്കെ കണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വീഡിയോയൊക്കെ എടുത്തിട്ട് സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് വീട്ടിനകത്ത് കയറും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമൻറ്റൂടെ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു പ്രയോജനമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. വെറുതെ ഓടിച്ചോടിച്ച് വിട്ട് കണ്ടിട്ട് വെറുതെ വ്യൂസ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വാച്ച് ഓവറൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വീഡിയോകൾ കാണുന്നവർ അത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കഴിയുന്നതും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ കൊള്ളാമോ, ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഏത് ഭാഗം കുറച്ചുകൂടെ നന്നാക്കണമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ നന്ദി. ഞാൻ ഇടയ്ക്ക് കുറേ ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ യൂട്യൂബിൽ കുറേ പുതിയ അപ്ഡേഷൻസൊക്കെ ഉണ്ട്. അത് കാരണം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഷോർട്സ് ആണെങ്കിലും മുമ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ എടുത്തിടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഒരു ഷോർട്സ് വീഡിയോ എൻ്റേതങ്ങനെ ഡിലീറ്റായി പോകാറായി ഏകദേശം. നമ്മൾ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഷോർട്സ് അങ്ങ് മ്യൂട്ടാവുന്നു തന്നെത്താനെ. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ വാച്ച് അവർ വ്യൂസ് കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എനിക്കാണെങ്കിൽ വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, കുറച്ച് വ്യൂസേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വ്യൂസേ ഉള്ളെങ്കിലും കാണുന്നവർ ഭൂരിഭാഗം പേര് മുഴുവനായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കത് അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം. അനലിറ്റിക്സിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് എത്ര പേര് മുഴുവനും കണ്ടു, എത്ര പേര് വെറുതെ സ്കിപ്പ് ചെയ്ത് പോയി, എത്ര പേര് ഓടിച്ചു വിട്ട് കണ്ടു, ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ വീഡിയോ വ്യൂസ് കുറവാണെങ്കിലും കാണുന്ന 3/4 പേരും ഫുള്ളായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ വീഡിയോകളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നാളെ കാണാം.